ഹായ്, ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? രഹനയാണ്. വെൽക്കം ബാക്ക് ടു ഷെയ്ഖാസ് പ്ലാനറ്റ്. വൈകുന്നേരം തുടങ്ങി നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാലവർഷം തുടങ്ങി. ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്നെങ്കിലും കാലവർഷം തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും പെരുമഴയാണ്. അപ്പോൾ മഴയത്ത് മക്കൾക്ക് ബൂസ്റ്റ് വേണം പാലിലിടാൻ. അപ്പോൾ ബൂസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ നല്ല ചൂട് പഴംപൊരിയല്ല പരിപ്പ് വട കൂട്ടിലുണ്ട്. അപ്പോൾ വേഗം ഷാൻചേച്ചിയുടെ പഴംപൊരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേഗം തുറന്ന് ഒരു പരിപ്പോട്ട് എടുത്തു. അപ്പോൾ നല്ല ചൂട്ടോടുകൂടി ആ ഒരു കറുമുറ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ പുറത്തൊക്കെ ഓരോരുത്തർ മഴ കാരണം വന്നിരുന്ന് തുടങ്ങി ചായ കുടിക്കാനും മറ്റുമായിട്ടൊക്കെ ആൾക്കാർ ഇത് എങ്ങനെ ഇരിക്കുന്നുണ്ട്. റോട്ടിലൊക്കെ നല്ല മഴയുണ്ട്. അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ കാണിച്ചു തരാൻ പറ്റണില്ല എല്ലായിടത്തും. അപ്പോൾ കറണ്ടും പോയിട്ടാ പോയി. അപ്പോൾ രാത്രി ഈ നേരത്താണ് ഞാനിപ്പോൾ വോയിസ് ഇടുന്നത്. ഈ നേരമായിട്ട് ഇവിടെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പരിപ്പോടെ കഴിച്ചു. മക്കൾക്കുള്ള പാലും ബൂസ്റ്റൊക്കെ എടുത്ത് ചെറിയ ആൾ എണിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ ആ ഒരു വെളിച്ചമാണ് കാണുന്നത്. പിന്നെ ബാക്കിയുള്ളത് എൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷാണ്. അപ്പോൾ അതവിടെ പാലെടുക്കാൻ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ പാലൊക്കെ എടുത്ത് മക്കൾക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ കറണ്ട് വരുമോ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. മഴ പെയ്താൽ കറണ്ട് പോക്ക് പതിവാണല്ലോ. പിന്നെ എവിടേക്കോ മരങ്ങളൊക്കെ വീണു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രിയായപ്പോൾ മദ്രസയും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് നാളെ. കാരണം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടൊന്ന് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് വോയിസ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എനിക്കും ഉമ്മച്ചിക്കുള്ള ചായ ആയിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു മഴ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഷെയ്ഖമോളുടെ സ്ഥിരം പണി നാനോ ടേപ്പ് വെച്ചിട്ടുള്ള പണിയല്ലോ ഇതവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാനോ ടേപ്പ് എനിക്കൊരുപാട് ഇഷ്ടമാണ്. പിള്ളേരുടെ കാര്യം പറയേ വേണ്ടല്ലോ. അപ്പോൾ ഇത് തീരാ പിന്നെയും വാങ്ങാം ഇത് തന്നെ. അപ്പോൾ ഇന്നവൾ പറയണ്ടായി നാനോ ടേപ്പ് നമുക്ക് വീർപ്പിച്ചിട്ട് ചേമ്പലേ വെക്കുമ്പീന്നൊക്കെ. സത്യം പറഞ്ഞാൽ അത് എനിക്കൊരു ഐഡിയ ആയിട്ട് തോന്നി. നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ എന്തായാലും ഷെയ്ഖമോൾ ഇതേ ട്രൈ ചെയ്യാണ്. അപ്പോൾ ഫ്ലോപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവസാനം പൈപ്പ് തിരിച്ചപ്പോൾ വീർത്ത് വന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് നാനോ ടേപ്പിൽ നമ്മൾ ബബിൾ ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെ അതിൽ വെള്ളം നിറഞ്ഞ് കഴിയുമ്പോൾ ഒരു ബബിൾ പോലെ ഇങ്ങനെ പിടിച്ച് നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും നാനോ ടേപ്പിൽ ഇങ്ങനെ ബബിൾസ് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. ഇതാ നോക്കിയേ എന്ത് രസമായിട്ടാണ് അത് വീർക്കണമെന്ന്. അസലായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്താൽ മതിയല്ലോ. അത് ഒട്ടിയിരുന്നോളൂ. നമുക്ക് കെട്ടൊന്നും വേണ്ട. അതെല്ലാവർക്കും അറിയണേണ്. അപ്പോൾ അതാ നോക്കി ഭയങ്കര ഒരു ഷൈനിങ് പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ പിള്ളേർ നോക്കിയാൽ കിടന്ന് തുള്ളിച്ചാടുകയാണ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു നോക്കി. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു വൈകുന്നേരം നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വലുത് നാളെ ഉണ്ടാക്കാമെന്നൊക്കെ ഉണ്ടാകും മോൾ ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ടാറ്റ ബൈ.